ഹായ്, വണ്ടർസ്കേപ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ ഞാൻ UK നടക്കുന്ന ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ചില വിശേഷമായിട്ടാണ്. അതിൽ ഞാൻ വോളണ്ടിയറിങ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സംബന്ധിച്ച് എൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. UK ഒരുവിധം എല്ലാ സ്പോർട്സിലും, അത് ഒളിമ്പിക്സ് ആയാലും റഗ്ബി ആയാലും കോമൺവെൽത്ത് ഗെയിംസ് ആയാലും ഗോൾഫ് ആയാലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഇവർക്ക് ഈ ഒരു കൺസെപ്റ്റാണ് വോളണ്ടിയേഴ്സിൻ്റെ. അപ്പോൾ ഈ വോളണ്ടിയേഴ്സ് വന്നിട്ടാണ് ഇവിടെ പല ഹെൽപ്പ് ചെയ്യണതും അസിസ്റ്റ് ചെയ്യണതും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ പാർട്ടായിട്ട് ഒരുവിധം എല്ലാ ഇങ്ങനത്തെ ടൂർണമെൻറ്റ്സിന് മുമ്പേ അതാത് സ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ അനൗൺസ് ചെയ്യും അവരുടെ വെബ്സൈറ്റ്സിൻ്റെ ത്രൂ, ഞങ്ങൾക്ക് വോളണ്ടിയേഴ്സിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായ ചില അവരുടെ ഓൺലൈനിൽ ഇൻഫർമേഷൻ കൊടുക്കണം. അവർ ചിലപ്പോൾ ഒരു ടെസ്റ്റ് പോലെ വിളിക്കും, ഒരു ഇൻ്റർവ്യൂ പോലെ വിളിക്കും. ഇതിനെന്തായാലും അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ 2 കൊല്ലം മുമ്പേ ചാമ്പ്യൻസ് ട്രോഫിയുടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവർ ട്രെയിനിങ് തരും, എന്തൊക്കെയാണ് 1 ഡേ ട്രെയിനിങ് ഉണ്ടാവും ജനറലി. അത് കഴിഞ്ഞാൽ പിന്നെ അതാത് ഷിഫ്റ്റുകൾ പല ദിവസങ്ങളും പല ഷിഫ്റ്റുകളായിട്ട് തരും. അപ്പോൾ നമ്മളത് എടുക്കുക, പിന്നെ അന്ന് വന്നിട്ട് നമ്മളെ ജോലി ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു ഫോർമാലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഫസ്റ്റ് ഡേ ഷിഫ്റ്റ് ആൻഡ് എനിക്ക് അക്രഡിഷൻ ഐ കാർഡ് പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഭയങ്കര വലിയ ക്യൂ ആണ് കാർഡ് എടുക്കാൻ. എനിവേ വെയിറ്റ് ചെയ്യട്ടെ, എടുക്കട്ടെ, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ക്രിക്കറ്റിയറിൽ വോളണ്ടിയറിങ് സർവീസസിൽ ഞാൻ പറഞ്ഞ പോലെ സ്പെക്ടേറ്റേഴ്സ് സർവീസസ് ഉണ്ട്. അതിൽ നമ്മൾ സ്പെക്ടേറ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യണം, ഇൻഫോർമേഷൻ കൊടുക്കണം. ആ പേര് പറയണ പോലെ സ്പെക്ടേറ്റേഴ്സ് സർവീസസ് ആണ്. അതല്ലാണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, മീഡിയ സർവീസസ് ഉണ്ട്, ഫ്ലാഗ് സർവീസസ് ഉണ്ട്, പിന്നെ ഹോസ്പിറ്റാലിറ്റി സർവീസസ്. അപ്പോൾ അങ്ങനെ ഒരു 5-8 ടൈപ്പ് ഡിഫറെൻറ്റ് വോളണ്ടിയറിങ് നമുക്ക് ചെയ്യാം. അതിൽ ഏറ്റവും അധികം ആൾക്കാരെ വേണ്ടത് സ്പെക്ടേറ്റർ സർവീസസിനാണ്. അതാണ് ഗ്രൗണ്ടിൻ്റെ അകത്തും അതിൻ്റെ പുറത്തും കളി തുടങ്ങുന്ന മുതൽ കഴിയുന്നവരെ നമ്മളവരെ പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ചാമ്പ്യൻസ് ട്രോഫിയിലും അതുപോലെ ഈ വേൾഡ് കപ്പിലും ഞാൻ സ്പെക്ടേറ്റർ സർവീസസാണ് ഞാൻ ചെയ്തത്. പക്ഷേ പല ടൈപ്പ് വോളണ്ടിയറിങ്ങും നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ താല്പര്യമുള്ള പോലെ നമുക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ അവർ നമ്മളോട് പറയും ഗെയിംസ് നമുക്ക് ഷിഫ്റ്റായിട്ട് എടുക്കാം. മിനിമം 3 നമുക്ക് ഷിഫ്റ്റാണ് എടുക്കേണ്ടത്. അതിൽ ഒരെണ്ണം ഫാൻ സോൺ എടുക്കണം, പ്ലസ് അതല്ലാണ്ട് മിനിമം 2 മാച്ച് ഡേയ്സ് ഷിഫ്റ്റും എടുക്കണം. അതാണ് അതിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എടുത്തത് ഒരു ഫാൻ സോൺ ഇതാണ്. ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിൻ്റെ തലേദിവസം മാഞ്ചസ്റ്ററിൽ ഫാൻ സോൺ പാർക്ക് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തത്. പ്ലസ് 2 മാച്ചസും എടുത്തു. ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചും, രണ്ടാമത്തത് ഞാൻ എടുത്തത് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ മാച്ചാണ്. ആദ്യത്തെ ഷിഫ്റ്റ് മാഞ്ചസ്റ്റർ ഫാൻ പാർക്കിലായിരുന്നു. ഒരു മഴ ദിവസമായിരുന്നു എങ്കിലും അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. പബ്ലിക്കിനെ എൻഗേജ് ചെയ്യാനും എൻ്റർടൈൻ ചെയ്യാനും പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. ആൾക്കാരെ എൻഗേജ് ചെയ്തു. നല്ല രസമായിരുന്നു. പക്ഷേ മഴ കാരണം അങ്ങനെ മുഴുവൻ അത്ര തിരക്കുണ്ടായിരുന്നില്ല. എങ്കിലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വോളണ്ടിയറിങ് ചെയ്യുമ്പോൾ മാച്ച് തുടങ്ങുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പേ ഞങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. അവിടെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്നാക്സ്, ചായ, കാപ്പി അതൊക്കെ കിട്ടും. പിന്നെ ഞങ്ങൾക്കൊരു ബ്രീഫിംഗ് തരും. ഞങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യാൻ പോണത്, എവിടെയാണ് ചെയ്യാൻ പോണത്, അതിൻ്റെ ബന്ധപ്പെട്ട ഇൻഫർമേഷൻ തരും. പബ്ലിക്കിന് കൊടുക്കാനുള്ള കാർഡ്സ് ഉണ്ടാവും, ഓഡിയൻസിനുള്ള പല അങ്ങനത്തെ മാപ്സ്, ഇൻഫോർമേഷൻ്റെ കുറേ ഇൻഫോർമേഷൻ തരും അവർ. അതൊക്കെ തന്നിട്ട് ഞങ്ങൾക്ക് ഓരോ സ്പെക്ടേറ്റർ സർവീസിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സ്പെക്ടേറ്റർ സർവീസിൽ എവിടെയൊക്കെ നിൽക്കണം അതൊക്കെ പറഞ്ഞത് ഞങ്ങൾ ആ സ്പോട്ടിലേക്ക് പോകും. 2 മണിക്കൂർ മുമ്പാണ് പബ്ലിക് എൻട്രി അലൗ ചെയ്യുക. അപ്പോൾ ആ സമയം ആകുമ്പോഴേക്കും നമ്മളെ സ്പോട്ടിൽ വന്ന് നിൽക്കണം.
അവിടെ വന്ന് നിന്ന് പബ്ലിക് വരുമ്പോൾ അവരുടെ ക്വസ്റ്റ്യൻസും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരെ ഗൈഡ് ചെയ്യാം. അതൊക്കെയാണ് ഒരു ക്രിക്കറ്റിയർ വോളണ്ടിയറിൻ്റെ ജോലി. മാച്ച് തുടങ്ങി. അപ്പോൾ ആൾക്കാരൊക്കെ ഒരുവിധം ആൾക്കാർ കയറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു 70-75% ഇന്ത്യൻ ഫാൻസ് ആവാനാണ് വഴി. പാകിസ്ഥാനികൾ കുറവാണ്, പക്ഷെ അവർ കുറേയെങ്കിലും കളർഫുൾ ഡ്രസ്സാണ് അവരുടെ. നല്ലൊരു വൈബ്രൻറ്റ് എനർജറ്റിക് പാട്ട്, ഡാൻസ്, പല വേഷങ്ങൾ, നല്ല രസമാണ് കാണാൻ. നമുക്കിങ്ങനെ സോക്ക് ചെയ്തിരിക്കാം. അതാണ് അതിൻ്റെ ഒരു രസം ഈ ഒരു ജോലിയുടെ. നമുക്ക് ഗ്രൗണ്ടിൽ ഇവിടെ അടുത്തൊരു ബിഗ് സ്ക്രീൻ ഉണ്ട്, അതിൽ കളി കാണാം. ഇടയ്ക്കൊന്ന് എത്തി നോക്കി ഗ്രൗണ്ടിൽ കളി അങ്ങനെ കാണാം. പക്ഷേ ഗുഡ്, ലെറ്റ്സ് സീ. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക് ടൈം ഏരിയ, അല്ലെങ്കിൽ ക്യാൻറ്റീൻ, അല്ലെങ്കിൽ ചെക്കിൻ ഏരിയ എന്ന് പറയാം. ഇവിടെയാണ് ഞങ്ങൾ ബ്രേക്സിനൊക്കെ വന്ന് ചായ കാപ്പി കുടിക്കുക, ലഞ്ച് കഴിക്കുക. ഇപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പല ഓപ്ഷൻസും ഉണ്ട്. റൈസ്, പീസ് കറി, അതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ. വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളൊരു ഏരിയ. പിന്നെ ഒരു കാര്യം വിട്ടുപോയത് പറയാൻ, ഞങ്ങളിപ്പോൾ ക്രിക്കറ്റേഴ്സായിട്ട് വോളണ്ടിയറിങ് സർവീസസ് ചെയ്യുമ്പോൾ നമുക്ക് യൂണിഫോം കിട്ടും. യൂണിഫോം എന്ന് പറഞ്ഞാൽ ടീഷർട്ട് ഉണ്ട്, ഒരു പാൻ്റ് ഉണ്ട്, ന്യൂ ബാലൻസിൻ്റെ ഷൂസ് കിട്ടും, ക്യാപ്പ് ഉണ്ട്, പിന്നെ ബാഗ് ഉണ്ട്, വാട്ടർ ബോട്ടിൽ ഉണ്ട്, പിന്നെ ജാക്കറ്റ് ഉണ്ട്. അപ്പോൾ നല്ലൊരു യൂണിഫോമാണ്, നല്ല രസമുള്ള ഒരു ബ്ലൂ കളറാണ്. ജനറലി ഡാർക്ക് ബ്ലൂ കളറിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ അത് നമുക്ക് നടക്കുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അത് നല്ല ക്വാളിറ്റിയുടെ സംഭവമാണ്. അപ്പോൾ നല്ലൊരു നമുക്കത് എന്നേക്കത് ഓർമ്മയായിട്ട് വെക്കാം. ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ ചാമ്പ്യൻസ് ട്രോഫിക്ക് ചെയ്തതിൻ്റെ യൂണിഫോമും ടീഷർട്ടും ഡ്രസ്സും എല്ലാപ്പോഴും കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നേക്കൊരു നല്ലൊരു ഓർമ്മയായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ അതാണ് വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് മാഞ്ചസ്റ്റർ ഓൾഡ് ട്രാഫോർഡിൽ കഴിഞ്ഞു. ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. എൻ്റെ ഷിഫ്റ്റും ഇവിടെ കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആസ് യൂഷ്വൽ. വേറെ സ്റ്റേഡിയത്തിലാണ്, വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജി, ആ ഒരു പാഷൻ, ആ ഒരു സോങ്സ്, യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ഒരു വേറെ രാജ്യത്തിലെ കളി ഇവിടെ കാണാൻ വരുമ്പോൾ, ഇംഗ്ലണ്ടോ ഓസ്ട്രേലിയയുടെ കളി കാണാൻ വരുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എനർജിയും നമുക്ക് കാണില്ല ഇന്ത്യ പാകിസ്ഥാൻ ഉള്ള പോലെ. അതുകൊണ്ട് ഈ മാച്ച് എപ്പോഴും, ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസ് എപ്പോഴും നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. എനിവേ എൻജോയ്ഡ്. അപ്പം എനിക്ക് തിരിച്ചിനി ലിവർപൂളിലേക്ക് പോകണം. അതുകൊണ്ട് ഇനി പെട്ടെന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ വേറെ 2 മാച്ചും കൂടി ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ ഇസ് ഇറ്റ് ഗോയിങ്. ക്രിക്കറ്റ് വോളണ്ടിയറിങ്ങിൽ എനിക്ക് സ്പെക്ടേറ്റർ സർവീസസ് എന്ന് പറഞ്ഞ ഒരു ജോലിയാണ് അസൈൻഡ്. പക്ഷേ ഇന്ന് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ കളി കാണാൻ വോളണ്ടിയർ ചെയ്യാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു ഫ്ലാഗ് സർവീസസിൽ വേണമെങ്കിൽ ചെയ്യണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വെച്ചാൽ ആന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഫ്ലാഗ് സർവീസസാണ്. ഗ്ലോബ്, സൗത്ത് ആഫ്രിക്കയുടെ ഗ്ലോബ് പിടിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ ഫീൽഡിൽ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, ഗ്രൗണ്ടിൽ. അപ്പോൾ പ്ലെയേഴ്സൊക്കെ വരുമ്പോൾ സൈഡിൽ കൂടെ അങ്ങനെ പോകും. അപ്പോൾ അതൊരു ഭയങ്കര ഒരു ചാൻസാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, വൺസ് ഇൻ എ ലൈഫ് ടൈം. ആ നാഷണൽ ആന്തം ചെയ്യുമ്പോൾ അവരുടെ സൈഡിൽ നിൽക്കുക, പിന്നെ അത് കഴിഞ്ഞ് അവരുടെ സൈഡിൽ പോയി നിൽക്കാം. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആവും. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ 10 മിനിറ്റാണ് ഏകദേശം ആന്തമും ഫ്ലാഗ് സെറമണിയൊക്കെ ആയിട്ട് ഉണ്ടാവാറ്. പക്ഷേ അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 മണിക്കൂറായിട്ട് അതിൻ്റെ അഭ്യാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്ലാഗായിട്ട് അങ്ങോട്ട്, അതൊരു കൊറിയോഗ്രാഫ്ഡാണ് ഈ കംപ്ലീറ്റ് തിങ്. അപ്പോൾ കുട്ടികളുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മൾ
പ്ലെയേഴ്സ് വരും. അപ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യമുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. The ICC and England and Wales Cricket Board are delighted to welcome to the field the flag team, made up of representatives from our partner organisations, including Lord's Taverners, Chance to Shine Street, the Royal Foundation Coach Corps and local community groups, who today bring to the field the flags of the competing nations. ഓ മൈ ഗോഡ്, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ ഫ്ലാഗ് ടീമിൻ്റെ കൂടെ ഗ്ലോബ് കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് പിടിച്ച് ടീമിൻ്റെ 2 ടീം, സൗത്ത് ആഫ്രിക്കൻ ഓസ്ട്രേലിയൻ ടീംസിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടന്നിങ്ങനെ വരിക. അതേ ഗ്രൗണ്ടിൽ ഇത്രയും വലിയ വലിയ കേവന്മാർ, ഭയങ്കര ഒരു ഫീലിംഗ്. ഒന്നും വേർഡ്സ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ടു എക്സ്പ്ലെയിൻ ഓൾ ദീസ് തിങ്സ്. ഒരു മോസ്റ്റ് മെമ്മറബിൾ മൊമെൻ്റ് ആയിരുന്നു. ഇപ്പോഴും അത് ഇങ്ങനെ തലേന്ന് പോകുന്നില്ല. എനിവേ, ഇനിയിപ്പോൾ അടുത്ത ഡ്യൂട്ടിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നീ അതൊക്കെ ചെയ്യട്ടെ. ബ്രേക്കാണ്. ബ്രേക്കിൻ്റെ സമയത്ത് ഇരുന്ന് ഇവിടെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വാൻറ്റേജ് പൊസിഷനാണ്. പവലിയൻ്റെ ജസ്റ്റ് താഴെ പുറത്ത് ഓസ്ട്രേലിയൻ പ്ലെയേഴ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. Hi, my name is Rajendra Prasad, also called as RP. The best part of being a volunteer cricketer is that, I relive my cricketing days. And I can see the kind of enthusiasm and the kind of atmosphere that comes across in the stadium is amazing. You just can't have this experience anywhere, anytime, anywhere in the world. Only the cricket can give you this experience. And especially in Manchester, because the big crowd, Indian crowd, it's going to be amazing experience, and it has been great experience. Apart from that, the organization has been extremely well organized, and they have been really helpful and supportive, and the way they have organized all the shifts have been very good. And I would definitely want to do this again and again all through my life. And I can meet my dream cricketers like Sunny Gavaskar to all the way to Sachin to Virat. Where can I do that in life? It's only when I'm a cricket volunteer. And thank you for that. അപ്പം അങ്ങനെ എൻ്റെ ഈ ക്രിക്കറ്റിയർ എക്സ്പീരിയൻസ് ഇവിടെ കഴിഞ്ഞ് അവസാനിച്ചിരിക്കുകയാണ്. അടിപൊളിയായിരുന്നു, ഫെന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. 2 കൊല്ലം മുമ്പ് ചാമ്പ്യൻസ് ട്രോഫിയിലും ഞാൻ ഒരു ക്രിക്കറ്ററായിട്ട് വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തിരുന്നു.
പക്ഷേ ഇത് വേറെ വേൾഡ് ലെവലിലുള്ള ഒരു വേറെ വേൾഡ് കപ്പ് ആയതുകൊണ്ട് അതിന്റെ ഒരു എന്തൂസിയാസം വേറെയായിരുന്നു. 2 ക്രിക്കറ്റ് മാച്ചും ഒരു ഫാൻ പാർക്കിലെ ഒരു ഷിഫ്റ്റാണ് ചെയ്തത്. ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഗെയിം അത്രയും താല്പര്യമാണ്. ഒരു ഇവൻ 10 വയസ്സായിട്ടുള്ള കുട്ടികൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഈവൻ ടെന്നീസ് ബോൾ കൊണ്ട് കളിക്കുക അല്ലെങ്കിൽ എന്ത് കളിക്കുകയാണെങ്കിലും എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇരുന്ന് കാണും. അപ്പൊ അങ്ങനത്തെ ഒരു ഗെയിം ഇവിടെ നമ്മളെ അടുത്ത് ഈ വേൾഡ് കപ്പ് നടക്കുമ്പോൾ നമുക്ക് അതായിട്ട് ബന്ധപ്പെടാനും നമുക്ക് അതിനെ പറ്റി കാണാനും എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത് നമ്മൾ കേട്ട വലിയ വലിയ ആൾക്കാര് ഇപ്പോ ഈ 3-4 ദിവസം ഈ വേൾഡ് കപ്പിൽ വന്നപ്പോ ഹൂ ഓഫ് വേൾഡ് ക്രിക്കറ്റ്, ഇന്ത്യൻ ക്രിക്കറ്റ് കാണാൻ കിട്ടി, ഫോട്ടോ എടുക്കാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അത് ഒരു സൈഡില് സെലിബ്രിറ്റീസ്, അത് വേറെ കാര്യം. രണ്ടാമത് നമുക്ക് ഗെയിമായിട്ട് ബന്ധപ്പെടാൻ പറ്റി, എന്തൊക്കെയാണ് നടക്കുന്നത്, ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. സോ മെനി പീപ്പിൾ കമ്മിങ് ഫ്രോം വേരിയസ് പാർട്സ് ഓഫ് ദ വേൾഡ്, അവരെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റി. ആ ഒരു ഗെയിമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ്. സ്കേപ്സിന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾഡ് ട്രാഫേർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ട് മാഞ്ചസ്റ്ററിന് ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. വണ്ടർസ്കേപ്സിന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ബൈ.